സ്നാപക യോഹന്നാൻ പരിസയന്മാരോട് പറയുകയാണ്, അബ്രഹാമിൻ്റെ മക്കളാണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അഹങ്കരിച്ച് നടന്നിട്ട് ഒരു കാര്യമില്ല. വൃക്ഷങ്ങളുടെ ചുവട്ടിന് കോടാലി വെച്ചിരിക്കുകയാണ്. മതവും ഭക്തിയൊക്കെ പുറമെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഫലമില്ലാത്ത വൃക്ഷമെല്ലാം വെട്ടിത്തീരിടാൻ പോവുക. അബ്രഹാമിൻ്റെ സന്തതിയാണെ അബ്രഹാം നീതിമാനായതുപോലെ നീതിമാനാകണ്ടേ? അദ്ദേഹത്തെ പോലെ പ്രാർത്ഥനാവീരനാകണ്ടേ? അദ്ദേഹം ഒരു യുദ്ധവീരനായിരുന്നു. ആത്മമണ്ഡലത്തിൽ നീ ഒരു യുദ്ധം ചെയ്യുന്നുണ്ടോ? അദ്ദേഹം ഒരു ആരാധനാവീരനായിരുന്നു. നീ ആരാധിക്കുന്നുണ്ടോ? അദ്ദേഹം സാക്രിഫൈസ് ചെയ്ത പോലെ, യാഗം കഴിച്ച പോലെ നിനക്ക് യാഗം കഴിക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ല. പിന്നെ ഈ അബ്രഹാമിൻ്റെ മകൻ എന്ന് പറയുന്നതിന് എന്താ അർത്ഥം? ഹെരോദ്യരോടും ലോകത്തോടും കോംപ്രമൈസ് ചെയ്യുന്നവരോട് സ്നാപകൻ പറയാണ്, വൃക്ഷങ്ങളുടെ ചുവട്ടിന് കൊടാലി വെച്ചു, വെട്ടിക്കളയും എന്ന് പറഞ്ഞാൽ ഇനി വാഴുന്ന നീയല്ല, വിശ്വാസി വാഴും, പ്രാർത്ഥിക്കുന്നവൻ വാഴും, ആരാധനക്കാരൻ വാഴും. അതെ, ആത്മമണ്ഡലത്തിൽ യുദ്ധം ചെയ്യുന്നവൻ ജയിക്കും.